നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗിന് മുന്നോടിയായി പരസ്യപ്രചാരണം നാളെ വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ നടത്തുന്ന ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് പുറത്തുനിന്നുള്ള ആനകളെ 15 ദിവസത്തിൽ കൂടുതൽ ജില്ലയിൽ നിർത്തരുതെന്ന നിർദ്ദേശവും പാലിക്കുന്നില്ല. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാതയായ പുല്ലുമേട് വഴി സന്നിധാനത്തേക്കെത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധന. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസണിൽ കാനനപാത വഴി കടന്നുപോകുന്നത് ശരാശരി 2000 ഭക്തർ. ശബരിമല സ്വർണ്ണത്തട്ടിപ്പിൽ വലിയ സ്രാവുകൾ ഉടൻ പിടിയിലാകുമെന്ന PJ ജോസഫ് MLA. 2 മാസത്തിനുള്ളിൽ വമ്പന്മാർ പിടിക്കപ്പെടും. ഇപ്പോൾ പിടിക്കപ്പെട്ടത് ചെറുമീനുകളാണെന്നും PJ ജോസഫ് MLA. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം നോക്കാം പോരാട്ടം 2025. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗിന് മുന്നോടിയായി പരസ്യപ്രചാരണം നാളെ വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഡിസംബർ 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കുട്ടിക്കലാശം പോലുള്ള പരിപാടികൾ സമാധാനപരമായിരിക്കണമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A. ഷാജഹാൻ നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള സമാപന പരിപാടികൾ പാടില്ല. പരസ്യപ്രചാരണത്തിന്റെ സമാപനത്തിലുണ്ടാകുന്ന തർക്കങ്ങളും വെല്ലുവിളികളും, ശബ്ദ നിയന്ത്രണമില്ലാതെയുള്ള അനൗൺസ്മെന്റുകളും, പ്രചരണ ഗാനങ്ങൾ ഉച്ചത്തിൽ കേൾപ്പിച്ചു മത്സരിക്കുന്ന പ്രവണതയും കർശനമായി നിയന്ത്രിക്കുവാൻ കമ്മീഷൻ ജില്ലാ കളക്ടർമാർക്കും പോലീസ് അധികൃതർക്കും നിർദ്ദേശം നൽകി. പരസ്യപ്രചാരണത്തിന്റെ സമാപനത്തിലും മാതൃകാ പെരുമാറ്റച്ചട്ടവും ഹരിതചട്ടവും പാലിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പുവരുത്തണം. 1951 ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ 126(1) പ്രകാരം വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് പരസ്യപ്രചാരണം അവസാനിപ്പിക്കണം. ഈ വ്യവസ്ഥ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ബാധകമാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി G. ശങ്കർകുമാറിന് സ്വീകരണവും LDF നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. രാജാക്കാട് ടൗണിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G. ശങ്കർകുമാറിന് LDFന്റെ നേതൃത്വത്തിൽ രാജാക്കാട്ടിൽ സ്വീകരണം നൽകിയത്. LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ടൗണിൽ റാലിയും നടത്തിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ കേരളത്തിന് നാഷണൽ ഹൈവേ തരാതെ കിട്ടാതെ നമുക്ക് ഈ നാടിനൊരു വളർച്ച ഉണ്ടാകുമോ? നമുക്ക് മനോഹരമായ BMC റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ? കേരളമെന്ന് പറഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം വാഹനങ്ങളുള്ള നാടാണ് കേരളമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായ അമേരിക്കയിൽ 55% മനുഷ്യർക്ക് കാറുള്ളതെങ്കിൽ 60% ആളുകൾക്കാണ് കാറുള്ളതെങ്കിൽ ഇവിടെ ഏതാണ്ട് 55% ആളുകളും കാറും ബൈക്കുമെല്ലാം ഉപയോഗിക്കുന്നവരായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് NRCT ഡിവിഷനിൽ മത്സരിക്കുന്ന P. രാജാറാം, രാജാക്കാട് ഡിവിഷനിൽ മത്സരിക്കുന്ന വിപിൻ C. അഗസ്റ്റ്യൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷൻ UDF ഇത്തവണയും നിലനിർത്താൻ ശക്തമായ പോരാട്ടത്തിൽ. UDF സ്ഥാനാർത്ഥി സാജു മങ്കുഴിയും UDF പ്രവർത്തകരും ഇത്തവണ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും ത്രിതല പഞ്ചായത്തിലാകെ UDF മുന്നേറ്റമുണ്ടാകുമെന്നും സാജു മങ്കുഴി പറഞ്ഞു. ഈ വാർഡിൽ നിന്നും ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യുന്നത് സാധാരണക്കാർ ആശ്രയിക്കുന്ന മുല്ലക്കാണം ഗവൺമെൻറ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. അതുപോലെ തന്നെ ടൂറിസം മേഖല
രാജാക്കാട് അനന്തമായ സാധ്യതയാണുള്ളത്. രാജാക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ശ്രീനാരായണപുരം വാട്ടർഫാൾസ്, അതുപോലെ കള്ളിമാലി വ്യൂ പോയിൻ്റ്, കനകക്കുന്ന് പോലെയുള്ള ടൂറിസം മേഖലകൾ നമുക്ക് സജ്ജമാക്കണം. അതുവഴി ഓഫ് റോഡ് സംവിധാനങ്ങൾ വരുമ്പോൾ കൂടുതൽ ട്രെക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ അങ്ങനെ വരുമ്പോൾ കുറേ തൊഴിലവസര അവസരങ്ങൾ സൃഷ്ടിക്കും. മാത്രമല്ല കാർഷിക മേഖലയുള്ള നാടാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത്. കാർഷിക മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാം ടൂറിസം നമ്മുടെ ഈ പഞ്ചായത്ത് അനന്തമായ സാധ്യതകളാണ്. അങ്ങനെ റോഡിൻ്റെ ശോചനീയാവസ്ഥ, രാജാക്കാട് ബസ് ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി രാജാക്കാട് ടൗണിലെ സർവീസ് റോഡുകൾ പുനരുദ്ധരിപ്പിക്കണം. ഇതെല്ലാം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെയും ഭരണ സംവിധാനങ്ങളെയും കൂട്ടിണക്കിക്കൊണ്ട് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. അത് എൺപത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാരോടും വിനയപുരസ്കാരം അപേക്ഷിക്കുകയാണ്. വാർഡിലെല്ലാം ജില്ലയിലെല്ലാം. ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ നടത്തുന്ന ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആനകളെ 15 ദിവസത്തിൽ കൂടുതൽ ജില്ലയിൽ നിർത്തരുതെന്ന നിർദ്ദേശവും പാലിക്കുന്നില്ല. കോടതി ഉത്തരവ് ലംഘിച്ച് ആനസവാരി കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുമ്പോഴും ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. കോടതി അലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് ഗ്രീൻ കെയർ കേരള ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു. ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര മേഖലകൾ കേന്ദ്രീകരിച്ച നിരവധിയായ ആനസവാരി കേന്ദ്രങ്ങളാണ് ഒരനുമതിയുമില്ലാതെ പ്രവർത്തിക്കുന്നത്. അനുമതിയില്ല എന്നത് മാത്രമല്ല, ഹൈക്കോടതിയുടെ ഉത്തരവും കാറ്റിൽ പറത്തിയാണ് ഇവയുടെ പ്രവർത്തനം. ജില്ലയിലെ അടിമാലി, കുമളി, തേക്കടി, ദേവികുളം തുടങ്ങിയ മേഖലകളിൽ അനധികൃതമായി ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതിനെതിരെ 2019 തൊടുപുഴ സ്വദേശി ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് പെർഫോമിംഗ് ആനിമൽ റൂൾസ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ആനകളെ മാത്രമേ ആനസവാരിക്കായി ഉപയോഗിക്കാവൂ എന്നും ഇത് ജില്ലാ കളക്ടർ ഉറപ്പാക്കണമെന്നും കോടതി ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് ജില്ലയിലെ ആനസവാരി കേന്ദ്രങ്ങൾ അടച്ചിട്ടിരുന്നു. ഇതോടൊപ്പം മറ്റു ജില്ലകളിൽ നിന്ന് കൊണ്ടുവരുന്ന ആനകളെ 15 ദിവസത്തിൽ കൂടുതൽ ഇവിടെ നിർത്തരുതെന്ന നിർദ്ദേശവും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും നൽകിയിരുന്നു. എന്നാൽ ഇവ രണ്ടും ലംഘിച്ചാണ് അനധികൃതമായി ഇപ്പോഴും ആനസവാരി കേന്ദ്രങ്ങൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് 4 വർഷം മുമ്പ് ആനസവാരി പാടില്ല എന്നുള്ള ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് സോഷ്യൽ ഫോറസ്ട്രി ഇടുക്കി ACFന്റെ അണ്ടറിലാണ് മൂന്നാറ്, അതുപോലെ അടിമാലി, ഇരിട്ടുകാനുള്ള ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് പരിശോധിക്കേണ്ടതും ഇത് നിർത്തിക്കേണ്ടതും ഈ ഓഫീസാണ്. പക്ഷേ കോർട്ടലക്ഷ്യം ആയിട്ട് മാറിയിരിക്കുകയാണ്. ACF ആണ് ഇതിന് മൗന അനുവാദം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് നടത്തി വരുന്ന ഈ അനധികൃത ആനസവാരി കേന്ദ്രത്തിനെതിരെ കോർട്ടലക്ഷ്യവും അതുപോലെ ജില്ലാ കളക്ടർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇത് നിർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങൾക്ക് സോഷ്യൽ ഫോറസ്ട്രി ഉന്നത ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുവെന്നാണ് ഗ്രീൻ കെയർ കേരളയുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരാവകാശത്തിന് സോഷ്യൽ ഫോറസ്ട്രി ACF തെറ്റായ മറുപടി നൽകിയെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി K. ബുൾബേന്ദ്രൻ ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥ ഒത്താശയടക്കം ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കുന്നതിനുള്ള നീക്കത്തിലാണ് ഗ്രീൻ കെയർ കേരള. ഒപ്പം വിജിലൻസ് അന്വേഷണവും വേണമെന്ന ആവശ്യവും ഗ്രീൻ കെയർ കേരള മുന്നോട്ട് വയ്ക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. ഇനി കാണാം ശരണമന്ത്രം. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാതയായ പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവാണുള്ളത്. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസണിൽ ശരാശരി 2000 പേരായിരുന്നു ദിവസേന ഈ പാത വഴി എത്തുന്നത്. ഭക്തരുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ സത്രം പുല്ലുമേട് വഴിയുള്ള കാനനപാതയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പാതയിലുടനീളം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. പുല്ലുമേട് പാത വഴി എത്തുന്നവർക്ക് 18ാം പടി ചവിട്ടുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. ഇവർക്ക് വാവർ സ്വാമി നടയ്ക്ക് മുന്നിലൂടെ ആഴിക്ക് സമീപമുള്ള ആൽമരത്തിനരികിലൂടെയുള്ള വഴിയിലൂടെ പ്രവേശിച്ച് 18ാം പടി ചവിട്ടി ദർശനം പൂർത്തിയാക്കാം. സിറ്റി വിഷൻ, സന്നിധാനം.
മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി തീർത്ഥാടകർക്കും ജീവനക്കാർക്കും ആശ്വാസമാകുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയിൽ 1700ഓളം പേർക്ക് ചിക്കൻ പോക്സ് പ്രതിരോധ മരുന്ന് നൽകിയതായി ഡിസ്പെൻസറി ചാർജ് ഓഫീസർ ഡോക്ടർ വിവേക് വി ദേവൻ അറിയിച്ചു. സന്നിധാനത്തെ പോലീസ് ക്യാമ്പിൽ ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തരമായി 1700 പേർക്ക് പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തത്. ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ 2 ഡോക്ടർമാരും ഫാർമസിസ്റ്റും ഉൾപ്പെടെ 6 ജീവനക്കാരാണ് ഇവിടെ സേവനമനുഷ്ഠിക്കുന്നത്. 3 ഷിഫ്റ്റുകളിലായാണ് ഡിസ്പെൻസറിയുടെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ, തണുപ്പ് കാരണമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ, പനി, ജലദോഷം, വയറു സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കാണ് ഭൂരിഭാഗം പേരും ഇവിടെ ചികിത്സ തേടുന്നത്. ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക്, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്കുണ്ടാകുന്ന കാൽവേദന, മുട്ടുവേദന എന്നിവയ്ക്കും ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭ്യമാണ്. 1080ഓളം പേഷ്യൻസ് നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞു. ഇതിന് പുറമെയാണ് നമ്മൾ 1700ഓളം പേർക്ക് നമ്മൾ പ്രതിരോധ മരുന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. തീർത്ഥാടകരെ കൂടാതെ ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ, സന്നിധാനത്തെ മറ്റു തൊഴിലാളികൾ എന്നിവരും സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദിവസേന 100ലധികം രോഗികളാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നതെന്ന് ഡിസ്പെൻസറി ചാർജ് ഓഫീസർ പറയുന്നു. സിറ്റി വിഷൻ, സന്നിധാനം. ശബരിമല സ്വർണ്ണത്തട്ടിപ്പിൽ വലിയ സ്രാവുകൾ ഉടൻ പിടിയിലാകും. 2 മാസത്തിനുള്ളിൽ വമ്പന്മാർ പിടിക്കപ്പെടും, അകത്താക്കും. ഇപ്പോൾ പിടിക്കപ്പെട്ടത് ചെറുമീനുകളാണെന്നും PJ ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ഗ്രേസി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മാങ്ങാത്തൊട്ടിയെ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേനാപതി ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ഗ്രേസി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മാങ്ങാത്തൊട്ടിയിൽ തെരഞ്ഞെടുപ്പ് യോഗം സംഘടിപ്പിച്ചു. മാങ്ങാത്തൊട്ടി ടൗണിൽ നടന്ന സ്ഥാനാർത്ഥി സംഗമവും തെരഞ്ഞെടുപ്പ് പൊതുയോഗവും PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണത്തട്ടിപ്പിൽ വലിയ സ്രാവുകൾ ഉടൻ പിടിയിലാകുമെന്നും 2 മാസത്തിനുള്ളിൽ വമ്പന്മാർ പിടിക്കപ്പെടുമെന്നും അകത്താക്കുമെന്നും ഇപ്പോൾ പിടിക്കപ്പെട്ടത് ചെറുമീനുകളാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PJ ജോസഫ് പറഞ്ഞു. വൻപന്മാർ ഇപ്പൊ ചെറിയ മീനുകളാണ്, വലിയ സ്രാവുകൾ പിടിക്കപ്പെടാൻ പോകുന്നു. ഏതായാലും ഈ 9-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ. ഡിസംബർ 30, ഇനിയിപ്പോൾ ഒരു 6 ആഴ്ചകൾ, 2 മാസത്തിനുള്ളിൽ വൻപന്മാർ പിടിക്കപ്പെടും, അകത്താവും. ചടങ്ങിൽ ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ആദരിച്ചു. UDF ചെയർമാൻ തങ്കച്ചൻ വള്ളനാമറ്റത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ്, ഉടുമ്പൻചോല നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ, കൊച്ചു ത്രേസ്യ പൗലോസ്, ഗ്രേസി ജോയി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, സേനാപതി. ഇനി ചെറിയൊരു ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. ആ
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ പ്രതീക്ഷ യുവജനങ്ങളിലാണെന്നും ഇവർക്ക് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകണമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. ലീവ് ഇടുക്കിയും ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. സമൂഹത്തിന്റെ പൾസനുസരിച്ച് യുവജനങ്ങൾ പ്രവർത്തിക്കണം. വോട്ട് ചെയ്യുക മാത്രമല്ല, വീട്ടിലുള്ളവരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും കടമയാണെന്നും കളക്ടർ പറഞ്ഞു. സമൂഹത്തിന്റെ പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മളൊരു ഉത്തമ പൗരനാവുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ വലിയൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവാനുള്ള ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഞാൻ എവിടെയാണെങ്കിലും എന്ത് യാത്രയിലാണെങ്കിലും ഇലക്ഷനിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇന്നുവരെ ധരിച്ചിട്ടില്ല. ഞാൻ യാത്ര പ്ലാൻ ചെയ്ത് പലപ്പോഴും മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു റൈറ്റാണ്, നമ്മുടെ ഒരു കടമയാണ്, വലിയ കടമയാണ്. ഇൻസ്റ്റഗ്രാമിൽ 1 മില്യൺ കാഴ്ചക്കാർ കണ്ട വീഡിയോ അവതരിപ്പിച്ച കാസ്റ്റ് എന്ന പേരിലുള്ള മ്യൂസിക്കൽ സംഘത്തെ ചടങ്ങിൽ കളക്ടർ ആദരിച്ചു. ഹോൾഡ്. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രതിജ്ഞ NSS വാളണ്ടിയർ സെക്രട്ടറി സ്നേഹ നായർ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, ജില്ലാ ആശുപത്രി മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആഷിത ചന്ദ്രൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഫിലിമോൻ ജോസഫ്, ലീപ് ഇടുക്കി നോഡൽ ഓഫീസറും തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ അനീസ് ജി, തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവീൺ വാസു, ജില്ലാ ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ശരീരം തളർന്നെങ്കിലും കൊച്ചുമോന്റെ മനസ്സിനെ തളർത്താനാവില്ല. 4 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ നട്ടെല്ല് തകർന്ന ഇടുക്കി മുള്ളരിക്കൊടി മറ്റത്തിൽ ജോസഫ് വർഗീസ് എന്ന കൊച്ചുമോൻ മനസാന്നിധ്യം കൊണ്ട് ജീവിതം തിരിച്ചുപിടിക്കുകയാണ്. വീൽചെയറിൽ വീടിനു താഴെ 100 അടിയോളം കീഴ്ക്കാൻ തൂക്കായ സ്ഥലത്തെ കാട ഫാമിലേക്കെത്തി കാടക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു. കാടമുട്ടയും ഇറച്ചിക്കാടകളെയും വിറ്റ് ഉപജീവനം നടത്തുന്നു. കാടമുട്ട വിരിയിക്കുവാനുള്ള ഇൻക്യുബേറ്റർ സംവിധാനങ്ങൾ, കാട ഫാമിലേക്ക് ഇറങ്ങുവാനുള്ള ലിഫ്റ്റ്, ഇതൊക്കെ കൊച്ചുമോൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്തതാണ്. 4 വർഷം മുമ്പാണ് കൊച്ചുമോൻ അപകടമുണ്ടായത്. എല്ലാ ജോലികളും ചെയ്യാമായിരുന്ന ഈ ചെറുപ്പക്കാരൻ കോവിഡ് കാലത്ത് തെങ്ങിൽ കയറവേ കാൽവഴുതി വീണ അപകടം സംഭവിക്കുകയായിരുന്നു. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ കൊച്ചുമോനെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗുരുതരമായ അപകടാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഇനിയും അസാധ്യമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. 1 വർഷത്തിനുള്ളിൽ കൊച്ചുമോൻ കട്ടിലിൽ നിന്ന് പയ്യെ എഴുന്നേറ്റു. വീൽചെയറിൽ ഇരുന്ന വഴിമുട്ടിയ തന്റെ ജീവിതം തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. വീൽചെയറിൽ നിരങ്ങി നടന്ന് തനിക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് വീടിനോട് ചേർന്നുള്ള കടമുറിയിൽ ഒരു കട നടത്താൻ ചിന്തിച്ചത്. തുടർന്ന് കാട വളർത്തലിനെ കുറിച്ച് ചിന്തിച്ചു. ഒട്ടും സൗകര്യപ്രദമല്ലാത്ത കുത്തനെ കയറ്റം നിറഞ്ഞ വീടിന്റെ താഴെയുള്ള ഒരു ഭാഗത്ത് കാട വളർത്തലിനായി ഒരു ഷെഡ് നിർമ്മിക്കുകയും ഷെഡിലേക്ക് പോകുന്നതിനായി ലിഫ്റ്റ് സംവിധാനം ഉണ്ടാക്കുകയും അതിലേക്ക് തന്റെ വീൽചെയറിൽ കയറി താഴേക്കിറങ്ങാനുള്ള സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. ഇന്ന് 1000-ഓളം കാടകളെ ഈ ചെറുപ്പക്കാരൻ പരിപാലിക്കുന്നു. കാടക്കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ചു വളർത്തുന്നു. മകൾ ആഗ്നസും പിതാവും സഹായത്തിനുണ്ട്. ഒരു ഇലക്ട്രിക്കൽ വീൽചെയർ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുവെന്ന് കൊച്ചുമോൻ പറയുന്നു. കാടക്കൂടുകൾ നിർമ്മിച്ചും ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇറച്ചിക്കാടകൾ വിറ്റും കാടമുട്ട വിറ്റുമാണ് ഇപ്പോഴത്തെ ഉപജീവന മാർഗം. ഇൻക്യുബേറ്റർ സ്വന്തമായി രൂപകൽപ്പന ചെയ്യാനും കൊച്ചുമോൻ അറിയാം. കാടമുട്ട വിരിയിക്കുവാനുള്ള സംവിധാനങ്ങൾ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ഇൻക്യുബേറ്ററിലുണ്ട്. വീൽചെയറിൽ സഞ്ചരിച്ചാണ് എല്ലാ ജോലികളും കൊച്ചുമോൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിധിയെ പഴിക്കാതെ ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തെ തിരിച്ചുപിടിക്കുകയാണ് ഇടുക്കി മുള്ളരിക്കുടിയിലെ ഈ ചെറുപ്പക്കാരൻ. സിറ്റി വിഷൻ ഇടുക്കി. രാജാക്കാട് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ മക്കളറിയാൻ മക്കളെ അറിയാൻ എന്ന പേരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും മക്കളറിയാൻ മക്കളെ അറിയാൻ എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നതിന്റെ ഭാഗമായിട്ടാണ്
NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ നിർവഹിച്ചു. SPC അഡീഷണൽ ജില്ലാ നോഡൽ ഓഫീസർ SR സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് SPC മോട്ടിവേഷൻ സെല്ലിന്റെ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു. സ്കൂൾ മാനേജർ KP ജെയിൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ റെജി OS, പ്രധാനാധ്യാപകൻ KR ശ്രീനി, PTA പ്രസിഡന്റ് ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പോക്സോ കേസ് പ്രതിയെ പോലീസ് പിടികൂടി. 2023 തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയായ എറണാകുളം ജില്ലയിലെ മട്ടുച്ചിറ സ്വദേശി ലിജിൻ സന്തോഷിനെയാണ് കോട്ടയം തലയോലപ്പറമ്പിൽ വെച്ച് പോലീസ് പിടികൂടിയത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളാണ് ഇയാളെ പിടികൂടിയത്. വിശദമായി നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതി കോട്ടയം തലയോലപ്പറമ്പിലുണ്ടെന്ന് കണ്ടെത്തുകയും പ്രത്യേക സ്ക്വാഡ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയും ചെയ്തത്. വിദേശ മദ്യവുമായി മാങ്കുളം പഞ്ചായത്ത് LDF കൺവീനർ എക്സൈസ് പിടിയിൽ. RJD നേതാവ് ദിലീപ് കുമാറാണ് 10 ലിറ്റർ വിദേശ മദ്യവുമായി പിടിയിലായത്. ഇന്നലെ രാത്രിയോടെ അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അടിമാലി മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ നിയമവിരുദ്ധമായി കടത്തുകയായിരുന്ന 10 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ദിലീപ് കുമാർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് മദ്യം കടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. പ്രതിക്കെതിരെ അടിമാലി നർക്കോട്ടിക് സ്ക്വാഡ് കേസ് രജിസ്റ്റർ ചെയ്തു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ, വെള്ളി ഗ്രാമിന് 195 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗിന് മുന്നോടിയായി പരസ്യപ്രചാരണം നാളെ വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ നടത്തുന്ന ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ച്. പുറത്തുനിന്നുള്ള ആനകളെ 15 ദിവസത്തിൽ കൂടുതൽ ജില്ലയിൽ നിർത്തരുതെന്ന നിർദ്ദേശവും പാലിക്കുന്നില്ല. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാതയായ പുല്ലുമേട് വഴി സന്നിധാനത്തേക്കെത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധന. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസണിൽ കാനനപാത വഴി കടന്നുപോകുന്നത് ശരാശരി 2000 ഭക്തർ. ശബരിമല സ്വർണ്ണത്തട്ടിപ്പിൽ വലിയ സ്രാവുകൾ ഉടൻ പിടിയിലാകുമെന്ന PJ ജോസഫ് MLA. 2 മാസത്തിനുള്ളിൽ വമ്പന്മാർ പിടിക്കപ്പെടും. ഇപ്പോൾ പിടിക്കപ്പെട്ടത് ചെറുമീനുകളാണെന്നും PJ ജോസഫ് MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.